കേന്ദ്ര സർക്കാർ രാസവളത്തിന്റെ വില വർദ്ധിപ്പിച്ചതിനെതിരെ അഖിലേന്ത്യാ കിസാൻ സഭ ഭരണിക്കാവ് കായംകുളം മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ കായംകുളം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റി അംഗം KG സന്തോഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ കിസാൻ സഭ ഭരണിക്കാവ് കായംകുളം മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാർ രാസവളത്തിന്റെ വില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കായംകുളത്ത് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റി അംഗം KG സന്തോഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. വൻകിട കോർപ്പറേറ്റുകൾക്ക് കീഴടങ്ങുന്ന തരത്തിലുള്ള സാമ്പത്തിക ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും നടപ്പിലാക്കിയതിന്റെ ഫലമായി ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലയും ഈ കുത്തകൾക്ക് നിലനിർത്തി കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചതിന്റെ ഫലമായി കാർഷിക മേഖലയിൽ കർഷകർ അനുഭവിച്ചുകൊണ്ടിരുന്ന കാർഷിക പുരോഗതിക്ക് ആവശ്യമായിരുന്ന നിരവധിയായിട്ടുള്ള പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുക മാത്രമല്ല ചെയ്തത്, ഈ മേഖല കുത്തകൾ കൈയടക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കർഷകരെ ആ മേഖലയിൽ നിന്ന് ആട്ടിപ്പായിക്കുന്ന തരത്തിലേക്കുള്ള നിലപാട് കൃഷി ചെയ്യുക മാത്രമല്ല, കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ പോലും സംഭരിക്കുന്നത് കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് എത്തിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അവർക്ക് ഇഷ്ടമുള്ള ധാന്യങ്ങൾ കൃഷി ചെയ്യുവാൻ കഴിയുന്ന തരത്തിലേക്ക് കാർഷിക ഭൂമിയെ അവരുടെ കൈകളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു. അതിനേക്കാൾ ഉപരിയാണ് കർഷകർക്ക് നൽകിക്കൊണ്ടിരുന്ന സബ്സിഡി നിർത്തലാക്കുന്നതടക്കമുള്ള നടപടികൾ, അതിനാവശ്യമായിട്ടുള്ള ബില്ലുകളടക്കം പാർലമെന്റിൽ പാസ്സാക്കുന്നതടക്കമുള്ള നിരവധി നിലപാടുകൾ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആസിയാൻ കരാറും കാട്ടുകരാറും ഒക്കെ പാർലമെന്റിൽ പാസ്സാക്കിയത്. ഇടതുപക്ഷ പാർട്ടികൾ പാർലമെന്റിനകത്തും ഇടതുപക്ഷ കർഷക സംഘടനകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള അഖിലേന്ത്യാ കിസാൻ സഭ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിലുള്ള കിസാൻ സഭ രാജ്യത്താകമാനവും ഇത്തരത്തിലുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാർഷിക മേഖലയിലെ സാധാരണ കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ നിരന്തരം കൈക്കൊള്ളുന്നതെന്നും കാർഷിക മേഖലയുടെ നിയന്ത്രണം കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന സമീപനമാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. N. ശ്രീകുമാർ, CK ഉണ്ണിത്താൻ, ഉണ്ണിപ്പിള്ള, അനിൽകുമാർ, ശ്രീകുമാർ K, കട്ടച്ചിറ സന്തോഷ്, ഓച്ചിറ ചന്ദ്രൻ, പ്രദീപ് കുട്ടപ്പൻ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. CD നെറ്റ് ന്യൂസ്, കായംകുളം.